ആര്? വിമലോ? വരൂ, ഇരിക്കൂ. താങ്ക് യു മാഡം. ശാന്തേ, ഒന്നിങ്ങ് വരൂ. അജിത ഒന്ന് വിളിക്കൂ. ശരി. അജിതയുടെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട് മാഡം? പണ്ടത്തെ കുസൃതിയൊന്നും ഇപ്പൊ ഇല്ല, എന്നാലും കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതാ മാഡം ഈ മാസത്തെ ഹോസ്റ്റൽ. ചേട്ടാ, ചേട്ടൻ എപ്പോ വന്നു? ഇപ്പൊ വന്നോളൂ മോളെ. നിങ്ങൾ സംസാരിച്ചിരിക്കൂ, ഞാനിപ്പോ വരാം. ശരി. ചേട്ടന് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. ഞാൻ വന്നില്ലെങ്കിൽ എന്ത്, നിന്റെ ആവശ്യങ്ങളെല്ലാം നടക്കുന്നില്ലേ? അതെ. നീ പണ്ടത്തെ പോലെ ഉത്സാഹിച്ച് പഠിക്കുന്നില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് തന്നെയാണ് നല്ലത്. ഞാൻ ഉത്സാഹിച്ച് പഠിക്കുന്നുണ്ട്. അത് മതി. പിന്നെ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും വാർഡനോട് ചോദിക്കാൻ പഠിക്കരുത്. ഇതാ ഇത് വെച്ചോളൂ. ഫീസും മറ്റും ഞാൻ വാർഡനെ കൊടുത്തിട്ടുണ്ട്. ഞാൻ വരട്ടെ. പിന്നെ ഈ സിനിമയും കിനിമയും കണ്ട് നടന്നാണ്ടല്ലോ. ചേട്ടാ, ഉത്സാഹിച്ച് പഠിക്കണേ മോളെ. ഞാൻ വരട്ടെ. ഇത് പറ്റിയ സ്ഥലമാണ്. ലോൺലി പ്ലേസ്. പ്രത്യേകിച്ച് തിരുകാലികളുടെ ശല്യമൊന്നുമില്ല. പിന്നെ പൂച്ച പാലോടിക്കുന്ന ആരും അറിയില്ലെന്ന വിചാരം. എന്റെ ചേട്ടനെങ്ങനെ ഇത് കാണണം. ചേട്ടൻ കൊണ്ടാ പിടിച്ച് തിന്നോ? തിന്നില്ല, എന്നെ കൊല്ലും. ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ചേട്ടൻ തന്നെ വീട്ടിൽ വെച്ച് ചോദിക്കും, നിനക്ക് രവീന് ഇഷ്ടമാണോ എന്ന്. നീവൻ എന്താ പറയാ, നീ പറയും ഇഷ്ടമാണെന്ന്. അങ്ങനെ നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കും. അതാണ്ടാ പോകുന്നു. ഇങ്ങോട്ട് മാറിയിരിക്കെ. നീ എന്നും രാവിലെ ഇവിടുന്ന് പോകുന്നത് ഓഫീസിലേക്കാണോ അതോ ശൃംഗരിക്കാനാണോ? അച്ഛനും അമ്മയും ഇല്ലാത്ത നിന്നെ വളർത്തിയതിന് എന്റെ മുഖത്ത് കരിവരുത്തേക്കാമെന്ന് വിചാരിച്ചു അല്ലേ? ചേട്ടാ, ഞാൻ കുറ്റക്കാരിയല്ല. നീ കുറ്റക്കാരിയാണോ അല്ലയോ എന്ന് കാണുന്നവർക്കറിയാമോ? ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞത്. ചേട്ടാ, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കും. പക്ഷേ അവരൊക്കെ വലിയ ആളുകളാണ് മോളെ. പാവപ്പെട്ടവരുടെ ദുഃഖം പണക്കാർ മനസ്സിലാക്കിയെന്ന് വരില്ല. നമുക്ക് ചോറ് വരുന്ന കൈകളാണവർ. അക്കാര്യം നീ മറക്കരുത്. ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. ചേട്ടന്റെ സമ്മതമില്ലാതെ എന്നെ തൊന്നിന് മുതിരില്ല ചേട്ടാ. ചെല്ല്, നീ പോയി ചോറ് ഉണ്ട്. ഗോപാലൻ കുറുപ്പ്. അക്ഷരം തെറ്റിക്കാതടാ. ഗോപാലൻ കുറുപ്പല്ലടാ, ഗോപാലകൃഷ്ണ കുറുപ്പ്. നീ അങ്ങോട്ട് പോയി നോക്ക്, ഞാൻ ഇങ്ങോട്ട് പോയി നോക്കാം. ഞാൻ ഒറ്റയ്ക്ക് പോവാണ്. വീട്ടിൽ ചെന്ന് നിന്റെ അമ്മായി എന്നെ കൂടെ വിളിച്ചോണ്ട് വാ. എന്താടാ, പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. ഭയമായിരിക്കും. പേടിക്കാൻ ഭയമൊന്നുമില്ല. എന്തോന്നുണ്ടടാ? ഒന്നുമില്ല. നിന്റെ ശരീരപ്രകൃതി കണ്ടിട്ട് ഒന്നും ഇല്ലാതിരിക്കില്ല. പോയി നോക്കടാ. ഞാൻ ഒറ്റയ്ക്ക് നോക്ക്. കുറുപ്പ്. അണ്ണാ, പോയി നോക്കടാ. രാജു പോയിക്കൊള്ളൂ. പിന്നെ പോകുന്ന വഴിക്ക് ഓഫീസിൽ കയറി ആ ബില്ലുകളൊക്കെ കളക്ട് ചെയ്ത് വീട്ടിൽ കൊടുത്തേക്കണം. എസ്റ്റേറ്റിലേക്ക് വിളിച്ച് രവിയോട് നാളെ തന്നെ ലോഡ് അയക്കാൻ പറയണം. ഓക്കെ? ശരി സർ.
മരണമല്ലേ ആ കാർ തടയും. ഓ ഞാൻ വിളിക്കുന്നു എല്ലാം കൊണ്ട്. നമസ്കാരം സർ. മാധവൻ തമ്പി ഡ്രൈവറാ അല്ലേ? അതെ സർ. പേരെന്താ? രാജു. അവിടെ ഹംസ എന്നൊരു ലോറി ഡ്രൈവർ ഉണ്ടായിരുന്നില്ലേ? എനിക്കറിയില്ല സർ. ഈ എസ്റ്റേറ്റും മുതലാളിയുടെയാണോ? ആണെന്നാണ് എന്റെ അറിവ്. അദ്ദേഹത്തിന് പല പല സ്ഥാപനങ്ങളുണ്ട്. അക്കാര്യങ്ങളൊന്നും ഞാൻ തിരക്കാറില്ല. രാജു പൊയ്ക്കോളൂ. മിസ്റ്റർ, എന്താ ഇത്? അത് ഒരു കത്തിയ. ഇതൊക്കെ കൊണ്ടു നടക്കുന്നത് കുറ്റമാണെന്ന് അറിഞ്ഞൂടെ? അറിയാം സർ. പിന്നെ ക്ഷമിക്കണം സർ. ഇതെന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായി ഞാൻ എപ്പോഴും കൊണ്ടു നടക്കാറുള്ളത്. വെറും ഓർമ്മയ്ക്ക് മാത്രം? അതെ. ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാനുള്ളതാ, പുറത്ത് കാണിക്കാനുള്ളതല്ല. അത് ഓർമ്മ വേണം. പോയിക്കോളൂ. രാജു, എവിടെ താമസിക്കുന്ന പറഞ്ഞേ? ഗവൺമെന്റ് സ്കൂളിൽ എടുത്ത. ഓ, പോയിക്കോളൂ. ഡോക്ടർ എന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ? ചെറുത് നടക്കാൻ ഇറങ്ങിയതാ. ഡോക്ടർ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. അതല്ല, ഡോക്ടർ എന്തോ എന്നെ നിന്ന് വിളിക്കുന്നുണ്ട്. വരും, ഞാൻ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, താങ്ക്സ്. പ്ലീസ്. അങ്ങനെ നിർത്തിയാൽ മതി. ഇതാ എന്റെ വീട്. ആയിട്ടെ. ശരി. ചേട്ടൻ ഓഫീസ് വിട്ട് നേരത്തെ വരുമോ? എന്തിനാ? നമുക്കൊരു സിനിമയ്ക്ക് പോണം. അത് കൊള്ളാം. നിനക്ക് ഓഫീസില്ലാതെ ശരിക്കും ഡ്യൂട്ടിക്ക് പോണ്ടേ? ഞാൻ എന്ത് പറഞ്ഞാലും ചേട്ടന് സമ്മതമില്ല, സമയമില്ല. പെണ്ണേ, ഞാനത് നേരത്തെ വരാവടി. അല്ല, ഇതാരും ഡോക്ടർ. അകത്തേക്ക് വരൂ. ഡോക്ടറിന്റെ ഈ വഴിക്ക്. ഇതുവഴി പോയപ്പോ ഇങ്ങോട്ടൊന്ന് കയറിഞ്ഞു മാത്രം. ഇരിക്കും ഡോക്ടർ. ഇതെന്റെ അനിയത്തിയാണ്. നമസ്തേ. നമസ്തേ. ഞാനൊരു ഡോക്ടറെ കുറിച്ച് പറഞ്ഞില്ലേ, ആ ഡോക്ടറാണ്. ചേച്ചി ഇരിക്കൂ. അനി, വലിയ ഡോക്ടറെ ചേച്ചി നിന്നും. സാരമില്ല, എന്നെ ചേച്ചിന്ന് വിളിച്ചോട്ടെ. ആ വിളി കേൾക്കാൻ എന്ത് സുഖമാണെന്ന്. അനിത എന്നും എന്നെ ചേച്ചിന്ന് വിളിച്ചാൽ മതി. അനിത എന്ത് ചെയ്യുന്നു? ചേട്ടന്റെ കമ്പനി തന്നെ ജോലി, ടൈപ്പിസ്റ്റാ. ആഹാ, രണ്ടുപേരും കൂടി ചേർന്ന് ഒരു കമ്പനി തന്നെ. ഇതെങ്ങനെ അടിച്ചെടുത്തു? ആ ചേച്ചി ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. എവിടെ പോന്നു? ഇവിടെ ആദ്യമായിട്ട് വന്നതല്ലേ, ഒരു കപ്പ് കാപ്പി. അയ്യോ, അതൊന്നും വേണ്ട. അല്ല, വേണം. അനിയല്ലേ ഡോക്ടർ? താങ്ക്സ്. മിസ്റ്റർ രാജുവിന് വേറെ ആരൊക്കെ ഉണ്ട്? എനിക്കെല്ലാം എന്റെ അനിയത്തിയാണ്. ഞങ്ങൾ രണ്ടുപേർ മാത്രം. ഡോക്ടർക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
ഇപ്പോ മമ്മിയും ഡാഡിയും മാത്രം. അപ്പൊ ഡോക്ടർ ഏക സന്താനം ഭാഗ്യവതിയാണല്ലോ. അതെ, ഒരു കണക്കിന് ഞാൻ ഭാഗ്യവതിയാണ്. ചേച്ചി, താങ്ക് യു.